السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് യാസീനാണ് ഇനി നമ്മൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് വരെ സൂറത്ത് ത്വാഹ നമ്മൾ പഠിച്ച് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. സൂറത്ത് യാസീൻ മക്കിയായ സൂറത്താണ് എന്ന കാര്യത്തിൽ പൊതുവെ ഏകാഭിപ്രായമുണ്ട്. മക്ക ജീവിത കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടും ഇസ്ലാമിൻ്റെ പൊതുവായ എല്ലാ ആശയങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടും അവതരിപ്പിച്ച അധ്യായമാണ് സൂറത്ത് യാസീൻ എന്നത്. പ്രവാചകത്വം അവിശ്വാസികൾ തള്ളിക്കളയുകയും നബി അല്ല എന്നവർ വാദിക്കുകയും നബിയെക്കുറിച്ച് മോശമായ ഒരുപാട് ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് പ്രവാചകൻ്റെ പ്രവാചകത്വം ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഈ അധ്യായം അവതരിപ്പിക്കുന്നത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടതിൻ്റെ ഫളായിൽ പറയുന്ന വ്യത്യസ്തങ്ങളായ ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിന് മഹാഭൂരിപക്ഷവും അസ്വീകാര്യമായ ദുർബലമായ റിപ്പോർട്ടുകളാണ് എന്നതാണ് വസ്തുത. താരതമ്യേന മെച്ചപ്പെട്ട ഒരു വചനം എല്ലാത്തിലുമുണ്ട്. ഒരു കൽബ്, ഖുർആൻ്റെ കൽബ് യാസീനാകുന്നു എന്ന് പറയുന്ന വഖൽബുൽ ഖുർആനി യാസീൻ, ഖുർആനിൻ്റെ കൽബാണ് യാസീൻ എന്ന് പറയുന്ന റിവായത്തുണ്ട്. അതും പൊതുവെ ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നത്. എന്നാൽ വന്ന റിപ്പോർട്ടുകളിൽ താരതമ്യേന മെച്ചപ്പെട്ട റിപ്പോർട്ട് അതാണ് എന്ന് മാത്രം. അതേപോലെ മരണാസന്നർക്ക് നിങ്ങൾ യാസീൻ ഓതുക, ഇഖ്റഉ സൂറത്ത് യാസീൻ അലാ മൗതാക്കും,
നിങ്ങളിൽ മരണമാസന്നമായവർക്ക് നിങ്ങൾ യാസീൻ ഓതുക എന്ന് പറയുന്ന റിപ്പോർട്ട് അതും സ്വഹിയായി വന്നതല്ല. ഇനി അതിൽ തന്നെയും അലാ മൗത്താക്കും എന്ന് പറഞ്ഞാൽ മരണമാസന്നമായവർക്ക് എന്നാണ് അതിനർത്ഥം നൽകപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ മാമിൻ മയ്യത്തിൻ യുഖറഉ അലൈഹി സൂറത്തു യാസീൻ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി. മാമിൻ മയ്യത്തിൻ യുഖറഉ അലൈഹി സൂറത്തു യാസീൻ, ഏതൊരു മയ്യത്തിനും യാസീൻ ഓതപ്പെടുന്നുവെങ്കിൽ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, അവൻ്റെ റൂഹ് പുറപ്പെടൽ അള്ളാഹു എളുപ്പമാക്കാതിരിക്കുകയില്ല എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. സ്വഹിയല്ല. അപ്പോൾ അവിടെ മാമിൻ മയ്യത്തിൻ എന്ന് ഉപയോഗിച്ച് ഒരു മയ്യത്തിന് ഓതപ്പെടുന്നു, പക്ഷേ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, റൂഹ് പുറപ്പെടൽ എളുപ്പമാകും. അപ്പോൾ മയ്യത്ത് ഉദ്ദേശിച്ചത് അവിടെ മയ്യത്താവാൻ പോകുന്ന മരണവാസന്നമായ ആൾ എന്ന അർത്ഥത്തിലാണ് അവിടെയും അത് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകളൊന്നും ഏതായാലും സ്വഹിയല്ല എന്ന കാര്യത്തിൽ പൊതുവെ എല്ലാവരും ഏകോപിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു രാത്രി യാസീൻ ഓതിയാൽ അന്നത്തെ അവന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. അതേപോലെ യാസീൻ ഓതിയാൽ അവന് ഖുർആൻ 10 പ്രാവശ്യം ഓതിയ കൂലി അവന് രേഖപ്പെടുത്തപ്പെടും എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. അതൊന്നും സ്വഹിയായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ അല്ല, ദുർബലങ്ങളാണ്. എന്നാൽ സമൂഹത്തിൽ പൊതുവെ അതെല്ലാം വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട് താനും. പിന്നെ യാസീൻ സൂറത്ത് അതിൻ്റെ ആൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇന്ന ഫിൽ ഖുർആനി ലസൂറത്തൻ തശ്ഫഉ ലിഖുറാഇഹ വയുഗ്ഫർ ലിമുസ്തമിഇഹ അലാ വഹിയ സൂറത്തു യാസീൻ തുദ്ആ ഫി തൗറാത്തി അൽ മുഇമ്മ. ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, അത് ഓതുന്ന ആൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും, കേൾക്കുന്ന ആൾക്ക് പാപങ്ങൾ പുറത്തു കിട്ടുകയും ചെയ്യും, അതാകുന്നു സൂറത്തു യാസീൻ എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടുകളൊന്നും നബിയിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ട് സ്വഹിയായി വന്നതല്ല. അതേപോലെ തഉമ്മു സ്വാഹിബഹ ബിഖൈരി ദുനിയ വതദ്ഫഉ അൻഹു അഹാവിൽ ആഖിറ വതുദ്അ അദ്ദാഫിഅ വൽ ഖാദിയ. ദാഫിഅ എന്നും ഖാദിയ എന്നും പേരുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ എന്നും അതിൻ്റെ ആളുകൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറും ലഭിക്കുമെന്നും ആഖിറത്തിലെ എല്ലാ ഭയാനകളിൽ നിന്നും അയാൾ രക്ഷപ്പെടുമെന്നുമൊക്കെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 20 ഹജ്ജിന് പകരമാണ് യാസീൻ ഓതൽ. അത് കേൾക്കുന്നവന് 1000 ദീനാർ സദഖ ചെയ്യും പോലെയാണ്. അത് എഴുതി കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ എല്ലാത്തരം ലോകത്തിലുമുള്ള ശമനമായി അത് മാറും. അവന് 1000 വെളിച്ചം ലഭിക്കും. അതേപോലെ അവന് യഖീനും റഹ്മത്തും എല്ലാം ലഭിക്കും തുടങ്ങിയ ഒരുപാട് കഥകൾ യാസീനുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ പിൽക്കാലത്ത് പലരും വ്യാജമായി ഉണ്ടാക്കി വിട്ടതും അതേപോലെ ദുർബലമായതുമൊക്കെയായ റിപ്പോർട്ടുകൾ യാസീനുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ നാടുകളിൽ മറ്റു പലതിനും ഇല്ലാത്ത വലിയ ചില മഹത്വങ്ങൾ കൽപ്പിക്കപ്പെടുകയും ഏത് രംഗത്തും സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം യാസീൻ ഓതുക എന്ന ഒരു രീതി, ഒരു പദപ്രയോഗം തന്നെ അങ്ങനെ പൊതുവെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. വല്ലാഹു അഅലം. എന്താണെങ്കിലും മക്കിയായ സൂറത്താണ്. പ്രവാചകത്വത്തിൻ്റെ ആദ്യകാലങ്ങളിലാണ് ഈ അധ്യായം അവതരിക്കുന്നത്. അവർ നബിയെ തള്ളിപ്പറയുകയും പ്രവാചകരല്ല എന്ന് അവർ അവിടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അല്ല നബിയെ താങ്കൾ മുസ്ലിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്നാണ് ആരംഭിച്ചത്. യാസീൻ എന്നുള്ളത് 2 അക്ഷരമാണ്, യാവും സീനും. അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയും. സൂറത്തിൻ്റെ ആരംഭത്തിൽ വിടുന്ന ഇത്തരം ചില അക്ഷരങ്ങൾ പലപ്പോഴായി പറഞ്ഞുപോയി നമ്മൾ. അലിഫ് ലാം മീം, അതേപോലെ അലിഫ് ലാം റാ ഹാ മീം തുടങ്ങി 2 അക്ഷരങ്ങൾ, 3 അക്ഷരങ്ങൾ, 4 അക്ഷരങ്ങൾ, 5 അക്ഷരങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ട് പല സൂറത്തിൻ്റെയും തുടക്കത്തിൽ ഇങ്ങനെ ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇമാം റാസി റഹിമഹുള്ളാഹ് പറഞ്ഞതുപോലെ ഈ അക്ഷരങ്ങളൊന്നും യാദൃച്ഛികമായി അങ്ങനെ ഉണ്ടായതല്ല. അതിലൊക്കെ ചില അസ്റാർ, ചില രഹസ്യങ്ങൾ ഉണ്ട് എന്നത് ഏതായാലും യാഥാർത്ഥ്യമാണ്. പക്ഷെ ഓരോന്നിനെയും രഹസ്യം എന്താണ് എന്നുള്ളത് തീർത്ത് പറയാൻ നമുക്ക് കഴിയുകയില്ല. ഇങ്ങനെ ഉപയോഗിച്ച അധ്യായങ്ങൾ, ഇത്തരം അക്ഷരങ്ങൾ, കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ച സൂറത്തുകൾ ഏതെല്ലാമുണ്ടോ അവിടെയൊക്കെ അതിന് തുടക്കത്തിന് പിന്നെ പറയുക ഒന്നുകിൽ അള്ളാഹിനെ പറ്റിയുള്ള ദിക്ർ, അല്ലെങ്കിൽ കിതാബ്, ഖുർആൻ എന്നീ പ്രയോഗങ്ങളാണ് ശേഷം വരുന്നതൊക്കെ. ദിക്ർ,
കിതാബ്, ഖുർആന് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് ശേഷം വരുന്ന ശൈലികളൊക്കെ. അപ്പോൾ ഇവിടുത്തെ യാസീൻ കഴിഞ്ഞാൽ ഉടനെ വൽ ഖുർആനിൽ ഹക്കീം, അവിടെ ഖുർആനെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ ഖുർആന് അല്ലെങ്കിൽ കിതാബും മുബീന് അല്ലെങ്കിൽ ദിക്ർ എന്നുള്ള പ്രയോഗങ്ങൾ, അഥവാ മൂന്നും ഖുർആനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവിടെ പറഞ്ഞു കാണുന്നത്. അപ്പം ഇത് ഇമാം റാസിയൊക്കെ പറയുന്നു, ഇതൊരു ഹിക്മത്തില്ലാതെ വെറുതെ അങ്ങ് യാദൃശ്ചികമായി ചില അക്ഷരങ്ങൾ പറഞ്ഞു പോയതാവാൻ ഒരിക്കലും ന്യായമില്ല. അള്ളാഹു തആല തിരഞ്ഞെടുത്ത ഓരോ അക്ഷരങ്ങൾക്കും എന്തെങ്കിലും രഹസ്യങ്ങൾ കാണാതിരിക്കില്ല എന്നാണ്. അതിൽ റാസി റഹ്മത്ത് അദ്ദേഹത്തിൻ്റെ ചില പഠനങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, അറബി ഭാഷയിൽ 28 അക്ഷരമാണ് മൊത്തമുള്ളത്. ആ 28 അക്ഷരങ്ങളിൽ 14 അക്ഷരമാണ് ഇങ്ങനെ മൊത്തം ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഏത് ഭാഗത്ത് വന്ന് മൊത്തം എടുത്തു നോക്കിയാൽ 14 അക്ഷരമാണ് എടുത്തിരിക്കുന്നത്. 14 എടുക്കത്തില്ല, 14 എടുത്തിട്ടുണ്ട്. ഇനി ആ 14 എടുത്തതിൽ നിന്ന് തന്നെ ചില ഓർഡറുകൾ അദ്ദേഹം അവിടെ വിവരിക്കുന്നുണ്ട്. വെറുതെ ഏതെങ്കിലും അക്ഷരം എടുത്തതല്ല, ചില തർത്തീബുകൾ അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പ്രയോഗിച്ച് കാണാൻ കഴിയും. മൊത്തം അക്ഷരങ്ങളെ അദ്ദേഹം 3 കിസ്മാക്കി തിരിക്കുന്നുണ്ട്. അലിഫ് മുതൽ ദാല് വരെയുള്ള ഒരു 9 അക്ഷരം ഒരു ഭാഗമായും, അതേപോലെ ഫാ മുതൽ യാ വരെയുള്ളത് മറ്റൊരു ഭാഗമായും, അങ്ങനെ 9, 9, 18, ഇടയിൽ 10 അക്ഷരങ്ങളും, ഇങ്ങനെ 28 അക്ഷരങ്ങളെ 3 ആക്കി തിരിക്കുകയും ഒന്നാമത്തെ ഈ പാർട്ടിൽ 2 അക്ഷരങ്ങൾ പറയുകയും 7 ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ പാർട്ടിൽ 7 പറയുകയും 2 ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിൽ ഉപയോഗിച്ച മൊത്തം അക്ഷരങ്ങളുടെ ഒരു ഘടനയെ പഠന വിധേയമാക്കിക്കൊണ്ട് അത്തരം ചില സംഗതികൾ അദ്ദേഹം അവിടെ സൂറത്ത് യാസീൻ്റെ തുടക്കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അവസാനം അദ്ദേഹം പറഞ്ഞത്, ഇതെല്ലാം ഒരിക്കലും ഒരു യാദൃച്ഛികമായി വന്നതാവില്ല. വലൈസഹാദ അംറൻ യഖഉ ഇത്തിഫാഖൻ ബൽ ഹുവ തർതീബുൻ മഖ്സൂദ ഫഹുവ ബിഹിക്മ. ഇതൊന്നും യാദൃച്ഛികമായി ഉണ്ടായി വന്ന ഒരു തർത്തീബല്ല. അതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ച പ്രത്യേകമായ രഹസ്യങ്ങൾക്ക് വേണ്ടി റബ്ബ് അങ്ങനെ നിശ്ചയിച്ച് തന്നെയാണ്. പക്ഷെ ഓരോന്നിൻ്റെയും രഹസ്യം എന്ത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ശേഷം അദ്ദേഹം പറഞ്ഞു, ചിലത് ഒരു അർഫ് കൊണ്ട് ആരംഭിക്കുന്നു. നൂൻ, ഖാഫ്, സ്വാദ് തുടങ്ങിയ ഒരു അക്ഷരം കൊണ്ട് ആരംഭിക്കുന്നു. ചിലത് 2 അക്ഷരം കൊണ്ട് ആരംഭിക്കുന്നു. ഹാമീം, യാസീൻ, തോസീം, തോഹ തുടങ്ങിയ പ്രയോഗങ്ങൾ. ചിലത് 3 അക്ഷരം കൊണ്ട്, അലിഫ് ലാം മീം, തോസീം മീം, അലിഫ് ലാം റാ എന്നിവയ്ക്ക് 3 അക്ഷരമാണ്. ചിലത് 4 അക്ഷരമാണ്. പിന്നെ അലിഫ് ലാം മീം റാ, അലിഫ് ലാം മീം സ്വാദ് എന്നീ 2 സൂറത്തുകൾ. ചിലത് 5 അക്ഷരമാണ്. 2 സൂറത്തുകൾ. ഒന്ന് ഹാമീം, അഈൻ സീൻ ഖാഫ്, അതേപോലെ കാഫ് ഹാ യാ അഈൻ സ്വാദ്. ഇവിടൊക്കെ 5 അക്ഷരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ചില രഹസ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതേപോലെ റാ പറഞ്ഞു, സായ് ഒഴിവാക്കി. സീന് പറഞ്ഞു, ഷീൻ ഒഴിവാക്കി. സ്വാദ് പറഞ്ഞു, ലോദ് ഒഴിവാക്കി. തോ പറഞ്ഞു, ലോ ഒഴിവാക്കി. ഐന് പറഞ്ഞു, ഒയിൻ ഒഴിവാക്കി. ഇങ്ങനെയൊക്കെയുള്ള ചില കൂർവകൾ, തർത്തീബുകൾ ഈ ആയത്തുകൾ എടുത്തതിലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ചില രഹസ്യങ്ങൾ അതിലുണ്ട്. ഓരോന്നിൻ്റെയും രഹസ്യം എന്താണ് എന്നുള്ളത് അല്ലാഹു അഅലം, നമുക്കിത് പറയാൻ കഴിയുകയില്ല. ഇവിടെ 2 അക്ഷരമാണ് യാസീൻ. ഇനി എന്താണ് യാസീൻ എന്ന പദം നിൽക്കുന്നതിന് നമുക്കവിടെ ഇന്നതാണ് എന്ന് പറയാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. ഏതുമാവാം. അതുകൊണ്ട് പൊതുവെ പണ്ഡിതന്മാരൊക്കെ സൂക്ഷ്മത പാലിച്ചവരൊക്കെ അവിടെ പറഞ്ഞു പോരുന്നത് അല്ലാഹു അഅലം ബി മുറാദിഹി, അതിൻ്റെ മുറാദ് എന്താണ് എന്ന് അള്ളാഹുവിന് അറിയാം. അതിന് ഉദ്ദേശം ഇന്നതാകുന്നു എന്ന് തീർത്തു പറയാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. അങ്ങനെ പറയണമെങ്കിൽ അള്ളാഹു പറയണം, അല്ലെങ്കിൽ അവൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരണം. ആ റസൂലിൽ നിന്ന് പഠിച്ച സ്വഹാബിമാരെങ്കിലും അതങ്ങനെ പറഞ്ഞതായി നമുക്ക് സ്ഥിരപ്പെട്ടു വരണം. അതില്ലാത്ത കാലത്തോളം ഇതാണ് ഉദ്ദേശം എന്ന് തീർത്തു പറയാൻ കഴിയില്ല. എന്നാൽ അതേസമയം അല്ലാഹു തആല അവിടെ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് റബ്ബിനറിയാം എന്ന നിലയ്ക്ക് അത് അല്ലാഹു അഅലം എന്ന് പറയലാണ് പൊതുവെ ശൈലി. എന്നാൽ ഇന്നതായിരിക്കാം, അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പലരും, വിശിഷ്യ പിൽക്കാലക്കാരൊക്കെ പലരും അങ്ങനെ ചില നിഗമനങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും. ചിലതിൽ പക്ഷേ ഭാഷയിൽ തന്നെ അങ്ങനെ അറിയിക്കുന്നുണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ് അതിന് നൽകപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിശദീകരണം.
അത് ഇബ്നു അബ്ബാസ്, ഇക്രിമ, അതേപോലെ ഇമാം ളുഹാഖ്, ഹസൻ ബസ്രി, സുഫ്യാൻ ഇബ്നു ഉയൈന തുടങ്ങിയവരൊക്കെ യാസീൻ എന്നതിൻ്റെ അർത്ഥം യാ ഇൻസാൻ എന്നാണ് എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഷ അറബികൾക്കുണ്ടത്രേ. ഹബിഷീനിയക്കാർ, ഇത്യോപ്യക്കാരുടെ അറബി ഭാഷയിൽ യാസീൻ എന്ന് പറയും. യാ ഇൻസാൻ എന്ന അർത്ഥത്തിൽ യാസീൻ എന്നവർ പ്രയോഗിക്കലുമുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു അഅലം. അപ്പോൾ യാ ഇൻസാൻ മനുഷ്യ എന്നർത്ഥമാണ് അവിടെ വരിക. ഇനി അവിടെ മുതൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ, നബിയുടെ പേരാണെന്ന് പറഞ്ഞവർ, അള്ളാഹിൻ്റെ പേരാണെന്ന് പറഞ്ഞവർ ഒക്കെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ കാണുന്നുണ്ട്. അതൊക്കെ ഇന്നതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് തെളിവുകളൊന്നും കാണുന്നില്ല. വല്ലാഹു അഅലം. അപ്പോൾ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, വൽ ഖുർആനിൽ ഹക്കീം, ഹക്കീമായ ഖുർആൻ തന്നെയാകുന്നു സത്യം. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം. അപ്പോൾ യാ ഇൻസാൻ എന്നാണെങ്കിൽ ഹേ മനുഷ്യ, ഹിക്മത്തുകൾ നിറഞ്ഞ ഖുർആൻ തന്നെയാകുന്നു സത്യം എന്നാകും അപ്പോൾ അർത്ഥം. നബിൻ്റെ പേരാണെങ്കിൽ നബി അഭിസംബോധന ശരിയായി മാറും. യാസീൻ എന്ന് പറയുമ്പോൾ നബിയെ, ഇപ്പോൾ തോഹ അവളോട് പറഞ്ഞു, തോഹ എന്ന നബിക്ക് പേരുണ്ട്. പക്ഷെ അവിടെ അതുതന്നെയാണ് ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതും എന്ന പോലെ തന്നെ ഇവിടെയും യാസീൻ എന്നാണെങ്കിൽ പ്രവാചകൻ അഭിസംബോധന ചെയ്തുകൊണ്ട് നബിയോട് വിളിച്ചുകൊണ്ട് പറയുകയാണ്, വൽ ഖുർആൻ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ. രണ്ടക്ഷരം ഒരു വാക്കാണ്, പക്ഷെ രണ്ടക്ഷരമാണ്. ത്വവും ഹാവുമാണ് ഇവിടെ ഉപയോഗിച്ചത്. പിന്നെ വൽ ഖുർആനിൽ ഹക്കീം, ഹക്കീമായ ഹിക്മത്തുകൾ നിറഞ്ഞ, അതായത് അൽ മുഹ്കം ലാ യഅ്തിഹിൽ ബാത്തിൽ, ബാത്തിൽ ഒരിക്കലും കടന്നു വരാത്ത ഹിക്മത്തുകൾ നിറഞ്ഞ ഖുർആൻ എന്നാണ് വൽ ഖുർആനിൽ ഹക്കീം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ലാ യഅ്തിഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, മുന്നിലൂടെയോ പിന്നിലൂടെയോ വിശുദ്ധ ഖുർആനിലേക്ക് ഒരു ബാത്തിലും വരികയില്ല. എന്തെങ്കിലും ഒരു നിരർത്ഥകത, തെറ്റായ എന്തെങ്കിലും ഒന്ന് ഭാഷാപരമായോ ആശയപരമായോ ചരിത്രപരമായോ ശാസ്ത്രപരമായോ പ്രകൃതിയോടോ യോജിക്കാത്തതോ ഒക്കെയായി ബാത്തിലായ ഒന്നും തന്നെ വിശുദ്ധ ഖുർആനിൽ ഇല്ല. അങ്ങനെയുള്ള ഖുർആൻ തന്നെയാകുന്നു സത്യം. വൽ ഖുർആനിൽ ഹക്കീം. അപ്പോൾ വലിയ സത്യമാണത്. അല്ലാഹു തആല ഏത് കാര്യവും സത്യം ചെയ്ത് പറയുമ്പോൾ സത്യം ചെയ്യപ്പെടുന്ന കാര്യം അത് ഗൗരവമായിരിക്കും. അപ്പോഴേ സത്യം ചെയ്യുള്ളൂ, വെറുതെ സത്യം ചെയ്യൂല. ഒരു കാലത്ത് സത്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശേഷം പറയാൻ പോകുന്ന കാര്യം അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അതേപോലെ നിഷേധികൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും സത്യം ഉപയോഗിക്കുക. സത്യം ഉപയോഗിക്കൽ പറയാൻ പോകുന്ന കാര്യം ആളുകൾ നിഷേധിച്ച് തള്ളുന്നു, സ്വീകരിക്കുന്നില്ല. അത്തരം ഘട്ടത്തിലാണ് സത്യം ഉണ്ടാവാറുള്ളത്. സത്യം ഉപയോഗിക്കുക, ഇന്ന ഉപയോഗിക്കുക, അതൊക്കെ അധികവും ശ്രോതാവ് ഒരു പിന്നെ നിഷേധിയാണെങ്കിലാണ് സത്യം ഉപയോഗിക്കാറുള്ളത്. ചിലപ്പോൾ പിന്നെ നിഷേധി അല്ലെങ്കിലും സത്യം ഉപയോഗിക്കും. കാരണം നിഷേധത്തിൻ്റെ അടയാളങ്ങൾ അയാളിൽ കാണുന്നു. നിഷേധിക്കുന്നില്ല, എന്നാൽ നിഷേധിയെപ്പോലെയാണ് അയാളുടെ ജീവിതം എങ്കിലും ഉറപ്പിച്ച് പറയും. ഉദാഹരണം, ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ, നബിയെ തീർച്ചയായും താങ്കൾ മരിക്കും, വ ഇന്നഹും മയ്യിത്തൂൻ, തീർച്ചയായും അവരും മരിക്കുന്നവർ തന്നെയാണ്. ഒരാളും നിഷേധിക്കാത്ത കാര്യമാണത്. മരിക്കുമെന്ന കാര്യം ആരും നിഷേധിക്കുന്നില്ല, എല്ലാവരും അംഗീകരിക്കുന്നു. പിന്നെ എന്തിനാണ് അവിടെ ഇന്ന എന്ന് ഉപയോഗിച്ചത്? മരണത്തെ നിഷേധിക്കുന്നില്ല എങ്കിലും ജീവിതം കണ്ടാൽ മരിക്കുമെന്ന ബോധമില്ലാത്ത ജീവിതമാണ്, നിഷേധിക്കും പോലെയാണ് അവിടെ ജീവിതം. അപ്പോൾ അവിടെ ഇന്ന ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല ഇത് പറഞ്ഞു. അവിടെ നിഷേധി അല്ല, പക്ഷെ നിഷേധത്തിൻ്റെ ലക്ഷണങ്ങൾ ആളുകളിൽ ഉണ്ട്. അതുകൊണ്ട് നിഷേധിയെപ്പോലെ പരിഗണിച്ചുകൊണ്ട് പറയുന്നു. ഇവിടെ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഹക്കീമായ ഹിക്മത്തുകൾ നിറഞ്ഞ ഖുർആൻ തന്നെയാകുന്നു സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, ഇന്നക തീർച്ചയായും താങ്കൾ, ല തീർച്ചയായും, മിനൽ മുർസലീൻ മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാകുന്നു. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാകുന്നു. അപ്പോൾ കണ്ടപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകൻ അല്ല എന്ന് അവർ വാദിക്കുന്നിടത്താണ് ഈ അധ്യായം ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ അല്ലാഹു തആല സത്യം ചെയ്ത് ഉറപ്പിച്ചു പറയാണ്. അതും ഖുർആൻ കൊണ്ട് സത്യം ചെയ്തു. ഖുർആനാണ് സത്യം
താങ്കൾ മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. അതും ഇന്ന പറഞ്ഞു, ല എന്നും പറഞ്ഞു. അപ്പം സത്യം, ഒന്ന് സത്യം പറഞ്ഞു, 2 ഇന്ന തീർച്ചയായും, 3 ല തീർച്ചയായും. അപ്പം നബിയെ ഒരു സംശയവും വേണ്ട, ഖുർആനാണ് സത്യം, താങ്കൾ മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. അവർ അംഗീകരിക്കാതിരിക്കട്ടെ, ആര് സമ്മതിച്ചാലും ആര് സമ്മതിച്ചില്ല എങ്കിലും ശരി, ഇത് പ്രവാചകൻ നബിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലതാനും. ആ നിലയ്ക്ക് അല്ലാഹു തആല ഉറപ്പിച്ച് സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഇന്ന തീർച്ചയായും, ഇന്നക തീർച്ചയായും, നീ തീർച്ചയായും, താങ്കൾ, ല തീർച്ചയായും, മിനൽ മുർസലീൻ മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ്. മുമ്പ് വന്ന റസൂലുമാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു റസൂൽ തന്നെയാകുന്നു നബിയെ താങ്കളും. അലാ സിറാത്തിൻ മുസ്തഖീം, അലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിൽ തന്നെയാകുന്നു. അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിൽ തന്നെയാകുന്നു നബിയെ താങ്കൾ ഉള്ളത്. താങ്കൾക്ക് വഴികേട് സംഭവിച്ചിട്ടില്ല, പിഴച്ചു പോയിട്ടില്ല, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ല. താങ്കൾ ശരിയായ മാർഗത്തിൽ തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിൽ തന്നെയാകുന്ന നബിയെ താങ്കൾ. അവർ പലതും പറഞ്ഞു, കവിയാണ്, മായാജാലക്കാരനാണ്, ജ്യോത്സ്യനാണ്, അതേപോലെ അധികാര കൊതിയനാണ് തുടങ്ങി ഭ്രാന്തനാണ് എന്നുവരെ അവർ നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കലാമല്ല അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അസാത്തിർ അവ്വലീൻ, പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാച് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ചില കഥകൾ മാത്രമാണ് എന്നവർ നബിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആക്ഷേപങ്ങൾ. ഇത് നബിയല്ല, ഒരു വ്യാജനാണ്, എന്തൊക്കെയോ ചില കഥകൾ എവിടുന്നോ കേട്ടുപഠിച്ച് അതെല്ലാം വന്ന് വിളിച്ചു പറയുകയാണ്, ശൈത്താൻ വന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുവരെ അവർ നബിയെക്കുറിച്ച് പറഞ്ഞു. അതൊന്നുമല്ല, ഖുർആനാണ് സത്യം. നബിയെ താങ്കൾ മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ തന്നെയാകുന്നു. തൻസീലൽ അസീസിർ റഹീം, തൻസീലൽ അസീസിർ റഹീം, അസീസും റഹീമുമായവൻ്റെ അവതരണവുമാകുന്നു ഇത്. തൻസീൽ അവതരിപ്പിച്ചതാകുന്നു. നസ്സല യുനസ്സിലു, തൻസീൽ ഇറക്കിയത്. തൻസീലൽ അസീസിർ റഹീം, അസീസായ റഹീമായവൻ്റെ അവതരണമാകുന്നു ഇത്. അല്ലാഹു തആല ഇറക്കി തന്നെയാണ്, ഒരു സംശയം വേണ്ട. അവർ പറയും പോലെ എവിടെയെങ്കിലും കിട്ടിയ കഥകളോ ആരെങ്കിലും കൊണ്ടുവന്ന് പഠിപ്പിച്ച ഏതെങ്കിലുമൊക്കെ പുരാണങ്ങളോ ഒന്നുമല്ല ഇത്. ഇത് പടച്ച റബ്ബ് അവതരിപ്പിച്ചത് തന്നെയാണ്. ആ അല്ലാഹ് അസീസാണ്, അല്ലാഹു റഹീമാണ്. അവൻ്റെ ഇസ്സത്ത് കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ അവതരിപ്പിച്ചതാണ് ഈ ഖുർആൻ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഇത് ദൈവികമാണ്, അല്ലാഹുവിലാണ്, സിറാത്ത് മുസ്തഖീമിലാണ്. ഇതുമായി വന്ന പ്രവാചകരാവട്ടെ, പ്രവാചകന്മാരിൽപ്പെട്ട റസൂല് തന്നെയാകുന്നു, ഖുർആനാണ് സത്യം എന്ന് അല്ലാഹു തആല സത്യം ചെയ്ത് ഉറപ്പിച്ച് പറയുകയാണ് ഈ ആയത്തുകളിൽ. ഇത് എന്തിനാണ് ഖുർആൻ ഇറക്കിയത്? അതാണ് അടുത്ത ആയത്തുകൾ. മൊത്തം അർത്ഥം നോക്കാം. യാസീൻ വൽ ഖുർആനിൽ ഹകീം, യാസീൻ വൽ ഖുർആനിൽ ഹകീം, തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെയാകുന്നു സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാകുന്നു. അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലാകുന്നു. തൻസീലൽ അസീസിർ റഹീം, പ്രതാപശാലിയും കാരുണ്യവാനുമായവൻ്റെ അവതരണമാകുന്നു ഇത്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി.